ഹലോ ഗൈസ്. അപ്പോൾ നമ്മുടെ കറണ്ട് അഫെയർസ് സെഷനിൽ ഇത് നമ്മുടെ സെക്കൻഡ് സെഷനാണ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഒരു എനർജി റിലേറ്റഡ് ടോപ്പിക്കാണ്. നമുക്കിത് കാണാം. ഇന്ത്യ റൈസിംഗ് പവർ ഡിമാൻഡ് ആൻഡ് ദ ഹൈഡ്രജൻ ഫാക്ടർ എന്നുള്ളതാണ് ഇന്നത്തെ പേപ്പറിൽ ഉണ്ടായിരുന്ന ഒരു കീ ടോപ്പിക്കാണ്. സോ നമുക്കിതിൻ്റെ ബാക്കിയുള്ള എക്സ്പ്ലനേഷനിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഇതൊരു പ്രിലിംസ് ആൻഡ് മെയിൻസ് പെർസ്പെക്റ്റീവിൽ ഇത് ഏതിൻ്റെ അണ്ടറിൽ വരുന്നത് നമുക്ക് നോക്കാം. പ്രിലിംസിൽ ഓഫ് കോഴ്സ് GS പേപ്പർ 1-ൻ്റെ അണ്ടറിൽ വരുന്നൊരു ടോപ്പിക്കാണ്. എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, പോവർട്ടി, ഡെമോഗ്രാഫിക്സ്, സോഷ്യൽ സെക്ടർ ഇനീഷ്യേറ്റീവ്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അതൊരു മെയിൻസിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ GS പേപ്പർ 3-ൽ വരുന്നതാണ്. ഇൻഫ്രാസ്ട്രക്ചർ, എനർജി, പോർട്സ്, റോഡ്സ്, എയർപോർട്സ്, റെയിൽവേസ് ഇതിൻ്റെ അണ്ടറിൽ വരുന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് നോക്കാം. അപ്പോൾ അത് നമ്മുടെ ഒരു കീ പോയിന്റ്സ് പറഞ്ഞതിന് ശേഷം നമ്മൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നതായിരിക്കും. So transition to a net zero economy requires wide-scale electrification and the replacement of fossil fuels in industrial process. And this includes using electricity for heating and hydrogen as a substitute for carbon in industries like steel and fertilizers. Hydrogen produced through cleaner means is expected to play a central role in reducing industrial emission. So ഒരു നെറ്റ് സീറോ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഇവിടെ പറയുന്നുണ്ട് അല്ലേ. To reach net zero, we need to switch from fossil fuels to clean electricity. ഈ നെറ്റ് സീറോ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എമിറ്റ് ചെയ്യുന്ന, നമുക്കറിയാം ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഒരു വളരെയധികം പൊല്യൂഷൻ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ സിവിയർ ആയിട്ടുള്ള ഒരു ക്ലൈമാറ്റിക് ചേഞ്ച് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഈ നെറ്റ് സീറോ മീൻസ് ബാലൻസിങ് ദി എമൗണ്ട് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് വി എമിറ്റ്. നമ്മൾ എമിറ്റ് ചെയ്യുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസും അതോടൊപ്പം തന്നെ നമ്മൾ അറ്റ്മോസ്ഫിയറിൽ നിന്നും റിമൂവ് ചെയ്യുന്ന ഈ ഗ്യാസസ് തമ്മിലുള്ള ആ ഒരു ബാലൻസ് ആണ് ഈ ഒരു നെറ്റ് സീറോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ബേസിക്കലി നമുക്ക് പറയാം വി സ്റ്റോപ്പ് ആഡിങ് എക്സ്ട്രാ പൊല്യൂഷൻ ടു ദ പ്ലാനറ്റ്. സോ ഇത് ഒരു ക്ലൈമറ്റ് ചേഞ്ചിനെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കും. സോ നമ്മൾ ഈ നെറ്റ് സീറോയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ വി നീഡ് ടു സ്വിച്ച് ഫ്രം ഫോസിൽ ഫ്യൂൽസ് ടു ക്ലീൻ ഇലക്ട്രിസിറ്റി. So that means using electric power and clean hydrogen for things like heating and making steel or fertilizers. ഓക്കെ, സോ ഈ ഒരു ഹൈഡ്രജൻ കുറച്ചും കൂടി ഒരു എക്കോ ഫ്രണ്ട്ലി വേയിൽ ഉണ്ടാക്കാൻ നമുക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഒരു ഇൻഡസ്ട്രിയിൽ നിന്നും വരുന്ന എമിഷൻ നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ കഴിയും. ഓക്കെ, അതാണ് ആ ഒരു ക്ലീൻ ഹൈഡ്രജൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈ സ്റ്റീൽ ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ഇൻഡസ്ട്രിയിലൊക്കെ നമ്മൾ ഇലക്ട്രിസിറ്റി ഹീറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുകയും അതേപോലെ തന്നെ ഈ ഒരു കാർബണിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമ്മൾ ഹൈഡ്രജൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് എമിഷൻസ് കുറയ്ക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ അത് നമ്മളൊരു നെറ്റ് സീറോ എക്കണോമിയിലേക്കുള്ള ആ ഒരു ട്രാൻസിഷനെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു നെക്സ്റ്റ് ഒരു കീ പോയിന്റ് എന്ന് പറയുന്നത് റൈസിംഗ് പവർ ഡിമാൻഡ് ആൻഡ് ന്യൂക്ലിയർ എക്സ്പാൻഷനാണ്. സോ നമുക്കറിയാം ഇന്ത്യയുടെ ഒരു ഇലക്ട്രിസിറ്റി ഡിമാൻഡ് എന്ന് പറയുന്നത് വിച്ച് ഈസ് എക്സ്പെക്റ്റഡ് ടു റൈസ് സ്റ്റീപ്ലി ടു മീറ്റ് ഇറ്റ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഡീകാർബണൈസേഷൻ ഗോൾസ്. ഒരു ഡീകാർബണൈസേഷൻ ഗോളും അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു ഡെവലപ്മെൻറ്റ്, ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റിനും ഇലക്ട്രിസിറ്റിയുടെ ആ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ ഇനി കൂടാനാണ് പോകുന്നത്. ഓക്കെ, ഒരിക്കലും കുറയാനല്ല പോകുന്നത്, അത് കൂടാനാണ് പോകുന്നത്. സോ വൈൽ റിന്യൂവബിൾ സോഴ്സസ് ലൈക്ക് സോളാർ, വിൻഡ് ആൻഡ് ഹൈഡ്രോ ആർ കീ, they alone cannot meet the total demand. സോ ഓക്കെ, അപ്പോൾ ഈ ഒരു ന്യൂക്ലിയർ പവർ ആണ് അതിൻ്റെ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവരുന്നത്. സോ ഇന്ത്യ എയിം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ടു അച്ചീവ് 100 GW ഓഫ് ന്യൂക്ലിയർ കപ്പാസിറ്റി ബൈ 2047 എന്നുള്ളതാണ്. ഓക്കെ, വിത്ത് മൾട്ടിപ്പിൾ ലാർജ് ആൻഡ് സ്മോൾ റിയാക്ടേഴ്സ് പ്ലാൻഡ് ഓർ അണ്ടർ കൺസ്ട്രക്ഷൻ. ഇത് ചെയ്യുന്ന ബോഡി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബോഡിയാണ് NPCIL, വിച്ച് ഈസ് നോൺ ആസ് എ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ആൻഡ് അതർ പബ്ലിക് സെക്ടർ എൻറ്റിറ്റീസും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നമുക്കിപ്പോൾ കാണാൻ കഴിയും NPCIL ഈസ് എക്സ്പാൻഡിങ് ഇറ്റ്സ് ന്യൂക്ലിയർ കപ്പാസിറ്റി വിത്ത് 700 MW പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടേഴ്സ്. കുറച്ചൊരു ടെക്നിക്കലാണ് ഇത്, നിങ്ങൾ ഈ ഒരു ന്യൂക്ലിയർ പവറിൻ്റെ അണ്ടറിൽ നിങ്ങൾ പഠിക്കും. സോ നമുക്കിപ്പോൾ 2 units ആർ operational in Kakrabar, Gujarat, 1 unit in Rajasthan, and which was connected to the grid in March 2025, and another is under commissioning. So പിന്നെ ഹരിയാനയിലും 2 more are under construction. So after announcing 10 reactors in 2017, NPCIL revealed plans for 10 more in 2025, bringing the total amount to
26 യൂണിറ്റ്സ്. ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേസിലും അതേപോലെ ബാക്കിയുള്ള ഗവൺമെൻറ് ബോഡീസിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ NPCIL, ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഈസ് ഡെവലപ്പിംഗ് 220 മെഗാവാട്ട് ഓഫ് ഭാരത് സ്മോൾ റിയാക്ടേഴ്സ്. ഓക്കെ, അത് എന്തിനു വേണ്ടിയിട്ടാണ്? കുറച്ചും കൂടി ഈ ഗവൺമെൻറ് അതർ, ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് അതർ ഗവൺമെൻറ് ബോഡീസിനും അതേപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേസിനും വേണ്ടിയിട്ട് NPCIL അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് സ്റ്റിൽ ഡെവലപ്പിംഗ്. സോ ഈ ഒരു ഭാരത് സ്മോൾ റിയാക്ടേഴ്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു ഇംപ്രൂവ്ഡ് വേർഷനാണ്. ഇപ്പോൾ കറൻ്റ്ലി ഇന്ത്യ യൂസ് ചെയ്യുന്നത് ഒരു 220 മെഗാവാട്ട് പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടേഴ്സ് ആണ്. അതിൻ്റെ ഒരു ഇംപ്രൂവ്ഡ് വേർഷനാണ് ഭാരത് സ്മോൾ റിയാക്ടേഴ്സ് എന്ന് പറയുന്നത്. So India has full expertise in the PHWR technology and can make all parts within the country supporting self-reliance in nuclear energy. ഈ PHWR എന്ന് പറയുന്നത് പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടർ ആണ്. സോ അത് യൂസ് ചെയ്യുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ന്യൂക്ലിയർ റിയാക്ടർ ദാറ്റ് യൂസസ് ഹെവി വാട്ടർ, അതായത് വാട്ടർ വിത്ത് ഡ്യൂട്ടീരിയം ആസ് ബോത്ത് എ കൂളന്റ് ആൻഡ് എ മോഡറേറ്റർ. ഒരു ടെക്നിക്കലാണ്, അത് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ സാറ് പഠിപ്പിക്കുന്നതായിരിക്കും. ആൻഡ് ഇറ്റ് യൂസസ് നാച്ചുറൽ യുറേനിയം ആസ് എ ഫ്യൂൽ. അതൊരു എൻറിച്ച്മെന്റിന്റെ അപ്പോൾ ഒരു കാര്യമില്ല അല്ലേ. നാച്ചുറൽ യുറേനിയം യൂസ് ചെയ്യുമ്പോൾ ദർ ഇസ് നോ നീഡ് ഫോർ എൻറിച്ച്മെന്റ്. സോ ഇന്ത്യ യൂസസ് പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടേഴ്സ് വൈഡ്ലി ബിക്കോസ് ദേ ആർ എഫിഷ്യൻറ്റ്, അതേപോലെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്, ആൻഡ് ക്യാൻ ബി ബിൽഡ് വിത്ത് മോസ്റ്റ് ഇൻഡിജിനസ് ടെക്നോളജി. സോ നെക്സ്റ്റ് ഈ ഒരു ന്യൂസിലെ മെയിൻ ടേക്ക് അവേ പോയിന്റ് എന്ന് പറയുന്നത് ലോ കാർബൺ സോഴ്സസ് ആൻഡ് പവർ ബാലൻസിങ് ചാലഞ്ചസ് ആണ്. സോ നമുക്കറിയാം ദ ഷെയർ ഓഫ് ഇലക്ട്രിസിറ്റി ഫ്രം ലോ കാർബൺ സോഴ്സസ് ഈസ് ഇൻക്രീസിങ്. And however, since solar and wind are intermittent and nuclear is suited for constant base load, balancing supply and demand becomes complex. Flexing nuclear plants is costly and inefficient, both technically and economically. Instead, smarter solutions are needed to balance low carbon electricity sources without disrupting base load plants. സോ സിമ്പിളായിട്ട് നമുക്ക് പറയാം, അതായത് ഇപ്പോൾ കൂടുതൽ ഇലക്ട്രിസിറ്റിയും ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് ലോ കാർബൺ സോഴ്സസ് ലൈക്ക് സോളാർ, വിൻഡ് ആൻഡ് ന്യൂക്ലിയർ എനർജി വെച്ചിട്ടാണ് നമ്മൾ കൂടുതൽ ഇലക്ട്രിസിറ്റി ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കുന്നത്. പക്ഷെ ഇതിലുള്ളൊരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഈ സോളാർ എനർജിയും വിൻഡ് എനർജിയും എപ്പോഴും അവൈലബിൾ അല്ല, അല്ലേ? ആർ നോട്ട് ഓൾവേസ് അവൈലബിൾ. അവരൊരു ഇന്റർമിറ്റൻറ്റ് എനർജിയാണ്. സോ വൈൽ ന്യൂക്ലിയർ റൺസ് ബെസ്റ്റ് കോൺസ്റ്റന്റ്ലി. So changing nuclear output to match demand is very expensive and inefficient. So നമുക്ക് കുറച്ചും കൂടി സ്മാർട്ടർ വേസ് ആണ് ഇവിടെ ആവശ്യം. സോ ലൈക്ക് എനർജി സ്റ്റോറേജ് ഓർ ഗ്രിഡ് മാനേജ്മെന്റ് ടു ബാലൻസ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് വിത്തൗട്ട് എഫക്റ്റിംഗ് സ്റ്റേബിൾ സോഴ്സസ് ലൈക്ക് ന്യൂക്ലിയർ. നെക്സ്റ്റ് ഒരു കീ പോയിന്റ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആസ് എ സ്ട്രാറ്റജിക് സൊല്യൂഷൻ എന്നുള്ളതാണ്. സോ സർപ്ലസ് റിന്യൂവബിൾ ഇലക്ട്രിസിറ്റി ക്യാൻ മേക്ക് ഹൈഡ്രജൻ യൂസിങ് ഇലക്ട്രോലൈസേഴ്സ് എന്നുള്ളതാണ്. ഈ ഇലക്ട്രോലൈസേഴ്സ് എന്ന് വെച്ചാൽ are devices that use electricity to split water into hydrogen and oxygen. So the hydrogen can then be used as a clean fuel. If the electricity comes from renewable sources like solar or wind energy, the hydrogen is called green hydrogen. ഓക്കെ, അപ്പോൾ സിംപ്ലി നമുക്ക് പറയാം ഈ ഇലക്ട്രോലൈസേഴ്സ് എന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റിയെയും വാട്ടറിനെയും ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, so this helps avoid flexing nuclear plants and reduces the need for costly battery storage. The hydrogen is mainly for industrial use, not for making electricity. So നമ്മുടെ the government calls hydrogen made with solar or wind green hydrogen എന്നും ഓഫർ ഇൻസെൻറ്റീവ്സും സർട്ടിഫിക്കേഷൻസും അവർക്ക് കൊടുക്കുന്നുണ്ട്. If നമ്മുടെ കാർബൺ ഡയോക്സൈഡ് എമിഷൻ ആർ ബിലോ 2 kg per kilogram of hydrogen, അതിനെ കൺസിഡർ ചെയ്യുന്നത് ഗ്രീൻ ആയിട്ടാണ്. അതിപ്പോൾ ബയോമാസ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടി അതിനെ അവർ കൺസിഡർ ചെയ്യുന്നത് ഒരു ഗ്രീൻ ആയിട്ടാണ്. സിൻസ് ന്യൂക്ലിയർ മെയ്ഡ് ഹൈഡ്രജൻ ഓൾസോ ഹാസ് ലോ എമിഷൻ, എക്സ്പേർട്സ് സജസ്റ്റ് യൂസിങ് ദ ടേം ലോ കാർബൺ ഹൈഡ്രജൻ ബേസ്ഡ് ഓൺ എമിഷൻ ലിമിറ്റ്സ്. അപ്പോൾ എമിഷൻ ലിമിറ്റ്സ് അനുസരിച്ചുകൊണ്ടാണ് ഈ ലോ കാർബൺ ഹൈഡ്രജൻ എന്നുള്ള ആ ഒരു ടേം എക്സ്പേർട്സ് സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സിൻസ് ന്യൂക്ലിയർ മെയ്ഡ് ഹൈഡ്രജൻ ഓൾസോ ഹാസ് ലോ എമിഷൻ, experts suggest using the term low carbon hydrogen based on their emission limits. So this would let nuclear hydrogen qualify too. സോ നമ്മുടെ ആ ഒരു ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത് പോളിസി റെക്കമെൻഡേഷൻസും സിനർജിയും ആണ്. സോ നമുക്കറിയാം ദർ ഇസ് എ നീഡ് ടു ഇൻ്റഗ്രേറ്റ് ഹൈഡ്രജൻ പ്രൊഡക്ഷൻ വിത്ത് ഇലക്ട്രിസിറ്റി സ്റ്റോറേജ് ടു എൻഹാൻസ് ഓവറോൾ സിസ്റ്റം എഫിഷ്യൻസി. സോ മെയിനായിട്ട്
ടു ഇമ്പോർട്ടൻറ്റ് പോളിസി ചേഞ്ചസ് ആണ് സജസ്റ്റ് ചെയ്യുന്നത്. സോ ഗ്രീൻ ഹൈഡ്രജനെ ലോ കാർബൺ ഹൈഡ്രജനെ കൊണ്ട് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ദിസ് ഇൻക്ലൂഡ്സ് നമ്മുടെ സോളാർ എനർജിയും വിൻഡ് എനർജിയും നിന്നുള്ള ഹൈഡ്രജൻ അല്ലാതെ അതർ ലോ എമിഷൻ സോഴ്സസ് എന്നുള്ള ഹൈഡ്രജൻ കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ലിങ്ക് ഇലക്ട്രിസിറ്റി സ്റ്റോറേജ് വിത്ത് ഹൈഡ്രജൻ പ്രൊഡക്ഷൻ. So using excess renewable power for hydrogen and storage together can lower cost and help balance the grid better. So ഇങ്ങനെയുള്ളൊരു കമ്പൈൻഡ് ആയിട്ടുള്ള അപ്രോച്ച് ആണ് വിച്ച് സപ്പോർട്ട്സ് എ മോർ അഫോർഡബിൾ ആൻഡ് സ്മൂത്തർ ഷിഫ്റ്റ് ടു ക്ലീൻ എനർജി. അപ്പോൾ ഓവറോൾ നമുക്ക് ഈ ന്യൂസ് നിന്നും നമ്മുടെ ഡിസ്കഷനിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? A successful transition to a net zero economy requires smart and inclusive strategies. So expanding the definition from green to low carbon hydrogen ensures all clean technologies, which includes nuclear. Okay. So by integrating electricity storage with hydrogen production, we can efficiently manage renewable energy, reduce costs, and build a more resilient, cleaner energy system. So these policy shift will be very crucial for driving sustainable industrial growth and achieving India's climate goals. Okay, so ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കഷനിൽ എടുത്തത്. സോ നാളെ വേറൊരു ടോപ്പിക്കായിട്ടും കാണാം. ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ.